നമ്മളിപ്പോൾ ജപ്പാനിൽ ടോക്കിയോ റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത്. തൊട്ടടുത്ത് കാണുന്നത് ബുള്ളറ്റ് ട്രെയിനാണ്. ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ബുള്ളറ്റ് ട്രെയിനിനെ പറ്റിയിട്ട്. ഇപ്പോൾ ജപ്പാനിലാണ് ലോകത്ത് ആദ്യമായിട്ട് ബുള്ളറ്റ് ട്രെയിൻ വന്നത്. 1964 ആദ്യമായിട്ട് ബുള്ളറ്റ് ട്രെയിൻ ജപ്പാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇവിടുത്തെ ഒളിമ്പിക്സിൻ്റെ സമയത്ത് ടോക്കിയോ നിന്ന് ഒസാക്ക വരെയാണ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പിന്നെ അവർ ഹിരോഷിമ വരെ, ഇപ്പോൾ തന്നെ ബാക്കി പല സ്ഥലങ്ങളിലേക്കും എക്സ്റ്റെൻഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ നമുക്ക് മണിക്കൂറിൽ 300 കിലോമീറ്ററിൽ കൂടുതൽ സഞ്ചരിക്കുന്ന ടോക്കിയോയിലെ ഈ മനോഹരമായിട്ടുള്ള ബുള്ളറ്റ് ട്രെയിനിൻ്റെ വിശേഷങ്ങൾ നമ്മൾ കാണാം. ഉള്ളിലുള്ള കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ബുള്ളറ്റ് ട്രെയിനിൽ കയറിയിട്ടുണ്ട്. ബുള്ളറ്റ് ട്രെയിൻ ഇതാ 9:12 പറഞ്ഞ് കറക്റ്റ് 9:12 തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെ കൂടെ നമ്മളെ ഗ്രൂപ്പിലുള്ള എല്ലാവരും ഇവിടെ ഉണ്ട്. അവരെ കൂടെ ഒന്ന് കാണുന്നുണ്ട്. ബുള്ളറ്റ് ട്രെയിനിൻ്റെ വേറെ ഫീച്ചേഴ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സീറ്റ് നമുക്ക് 360 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫ്രീ നമ്മളുടെ ഗൈഡാണ്, ഫ്രീ വൈഫൈ ഉണ്ട്. അതുപോലെ തന്നെ സീറ്റിംഗ് വളരെ കംഫർട്ടബിളാണ്. നല്ല ലെഗ് സ്പേസും അതുപോലെ തന്നെ ഫുഡ് വെക്കാനുള്ള സ്പേസും എല്ലാം ഉണ്ട്. അടിപൊളിയാണ്. അടിപൊളിയുടെ എക്സ്പീരിയൻസ് ആണ് സത്യം പറയുകയാണെങ്കിൽ ബുള്ളറ്റ് ട്രെയിൻ. ഒരു തവണയെങ്കിലും നമ്മൾ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ട്രെയിൻ എക്സ്പീരിയൻസ് തന്നെയാണ് ബുള്ളറ്റ് ട്രെയിൻ. ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ നമ്മളോട് ബുള്ളറ്റ് ട്രെയിൻ വരില്ല എന്നാണെന്ന് അറിയില്ല. വരട്ടെ, എത്രയും പെട്ടെന്ന് വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇപ്പോഴും നമ്മുടെ നാട്ടിൽ കേരളത്തിനെ പറ്റി സംസാരിക്കുന്നത് തുടങ്ങിയിട്ടുള്ളൂ. എന്നാലും നമുക്ക് പ്രതീക്ഷിക്കാം എത്രയും പെട്ടെന്ന് വരുമെന്നുള്ളത്. ഓക്കെ.